ഇറാനിൽ നിന്നും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ലോകം കാതോർക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ചരക്ക് കപ്പലുകൾക്ക് തുറന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നത്. ഇസ്രയേൽ ലെബനാനിൽ വെടിനിർത്തൽ അംഗീകരിച്ചതോട് കൂടെയാണ് ഈ ഒരു നീക്കത്തിലേക്ക് ഇറാൻ കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ, ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയിരുന്നു. അതിന് കാരണം പറഞ്ഞത് ഇസ്രയേൽ ഇപ്പോഴും ലെബനാനിൽ ആക്രമണം നടത്തുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയ ഈ വെടിനിർത്തൽ കരാറിൽ ലെബനാനിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ലെബനാനിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന കാരണത്താൽ ഹോർമുസ് പൂർണ്ണമായും തുറക്കുകയില്ല. ചില കപ്പലുകൾക്ക് അനുമതി നൽകിയെങ്കിലും $2 മില്യൺ ടോൾ പിരിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾക്ക് അനുമതി നൽകിയത്. ഇതായിരുന്നു ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. അതോടുകൂടെ ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക പൂർണ്ണമായ ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാന്റെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേൽ ലെബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ ചരക്ക് കപ്പലുകൾക്കും ഇറാൻ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് താങ്ക് യു ഇറാൻ എന്നാണ്. ഇറാൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെയും ട്രംപിന് കൂടുതൽ നിരാശ തന്നെയാണ് ഇറാൻ സമ്മാനിക്കുന്നത്. ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ അറാഖ്ചി സേസ് the Strait of Hormuz is fully open to all commercial vessels during the Lebanon ceasefire. ലെബനാനിൽ ഇസ്രയേൽ എത്ര സമയം വെടിനിർത്തൽ ഉണ്ടാകുമോ അത്രയും കാലം ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായും തുറക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം അവർ ഒരു കാര്യവും കൂടെ അറാഖ്ചി പറഞ്ഞിരിക്കുന്നു. വിത്ത് ഷിപ്സ് ഇൻസ്ട്രക്റ്റഡ് ടു യൂസ് ദി ഡെസിഗ്നേറ്റഡ് റൂട്ട് കോർഡിനേറ്റഡ് ബൈ ഇറാൻ. ഇറാനുമായി ഏകോപിച്ച് ഇറാൻ പറയുന്ന കൃത്യമായ റൂട്ടിലൂടെ മാത്രമായിരിക്കണം ഈ കപ്പലുകളെല്ലാം സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു പക്ഷേ ടോൾ പിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തലിന്റെ സമയം വളരെ കുറച്ചു മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ കപ്പലുകൾക്ക് പരമാവധി തിരിച്ചു പോവാനുള്ള അനുമതിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ $2 മില്യൺ ടോൾ പിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെയും ഇറാൻ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് മാത്രമാണ് ഈ അനുമതിയുള്ളത്. അമേരിക്കയുടെ ഏതെങ്കിലും യുദ്ധക്കപ്പലുകൾ അതുവഴി കടന്നു വരാൻ ശ്രമിച്ചാൽ ലക്ഷ്യം വെക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയും അതുപോലെ ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ ഈ ഒരു സൗകര്യം ലഭ്യമല്ല എന്നത് കൂടെ ഇത് സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ലെബനാനുമായിട്ടുള്ള വെടിനിർത്തൽ എത്ര സമയമുണ്ടോ അത്രയും സമയമായിരിക്കും ഈ ഒരു അനുമതി ലഭിക്കുക എന്നുകൂടെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇറാന്റെ കയ്യിൽ തന്നെയാണ് ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ അധികാരം എന്നതിൽ സംശയമില്ല. ഇപ്പോഴും പൂർണ്ണമായി തുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറാൻ നിശ്ചയിച്ച ഒരു സമയം വരെ മാത്രം, അവർ നിശ്ചയിക്കുന്ന കപ്പലുകൾക്ക് മാത്രം അവരുടെ ഡിമാൻഡുകൾ എന്താണോ പാലിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കപ്പൽ നീക്കങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറാന്റെ ആധിപത്യത്തിൽ തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് ഉള്ളത്. അതേസമയം അമേരിക്കക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ഇതിലൂടെ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ കപ്പലുകൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളുടേതാണ്. ഈ കപ്പലുകൾക്കെല്ലാം അനുമതി ലഭിക്കുമ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് അമേരിക്കയാണ് എന്ന് വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അമേരിക്കക്കെതിരെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങളും വരാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.